ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ഡെറിവേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓണം എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ഡെറിവേഷൻ പഠിക്കാതെ എൻ്റെ കുട്ടികൾ ആരും എക്സാമിന് പോകാൻ പാടില്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. അതായത് ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ചാർജ്ഡ് വയർ ഉണ്ടാക്കുന്ന എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അഥവാ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് അതേപോലെയാണ് ചോദിക്കുക, ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് സെറ്റ്. ഓക്കെ മക്കളെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡെറിവേഷൻ തുടങ്ങാം. നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ചാർജ്ഡ് വയർ ആണിത്. ഇത് എല്ലാം എന്താണ് മക്കളെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് ലോങ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് വയറാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗോസസ് ലോ ആണ് അല്ലേ. അപ്പോൾ ഗോസസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ വേണം. ആരാണ്? ക്ലോസ്ഡ് സർഫസ് അഥവാ നമ്മുടെ ഗോഷ്യൻ സർഫസ് വേണം. അപ്പോൾ ഇതിനെ സിമെട്രിക്കൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് അത് ആരാണ്? അതൊരു സിലിണ്ടർ ആണ്. അപ്പം നമ്മൾ എന്തെടുക്കുന്നു? ഇതിന് ചുറ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ സിലിണ്ടർ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ സിലിണ്ടറിനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 3 സർഫസുകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. 3 സർഫസുകളാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു സർഫസ്, ഈ ഒരു സർഫസ്, അതായത് ഇപ്പോൾ ഒരു സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്, അതിന് ഞാൻ 1 എന്ന് കൊടുത്തു. ആൻഡ് മുകളിൽ ഒരു സർഫസ് ഉണ്ട്, അത് 2 ആണ്. ആൻഡ് താഴെയുള്ള സർഫസിനെ ഞാൻ 3 എന്ന് കൊടുത്തു. ക്ലിയർ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സർഫസിൽ നമ്മൾ എടുക്കുന്ന സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു r ഡിസ്റ്റൻസ് അപ്പുറത്തുള്ളതാണ്. r ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ആ ലൈനിൽ നിന്നും അഥവാ ആ ചാർജ്ഡ് വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ r ഡിസ്റ്റൻസ് വലിപ്പമുള്ള അല്ലെങ്കിൽ ആ r ഡിസ്റ്റൻസ് അതേ എന്തുള്ള റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് മക്കളെ എടുക്കുന്നതെന്ന് അറിയോ? L ആണ് എടുക്കുന്നത്. ഓക്കെ, L ലെങ്ത് ഉള്ള സിലിണ്ടർ ആണ്. ക്ലിയർ? സെറ്റ്. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഓരോ സർഫസിലെയും ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ നമുക്കറിയാം ആകെ ഗോസസ് ലോ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം? ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റഗ്രൽ. എന്താണ് ഗോസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ? ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു Q by epsilon 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds ഈസ് ഈക്വൽ ടു Q by epsilon 0. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ സർഫസ് വെക്ടറും അഥവാ ഏരിയ വെക്ടറും തമ്മിലുള്ള എന്ത് നമുക്ക് നോക്കണം? ആംഗിൾ നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 സർഫസുകളാണുള്ളത്. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ടേക്കാണെന്ന് ആദ്യം നോക്കാം. നിങ്ങൾ നോക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മക്കളെ ഇത് പോസിറ്റീവ് ആണല്ലേ. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ എവേ ഫ്രം ദ ചാർജ് ആണല്ലേ, അല്ലെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആണ് പറയാ. അപ്പോൾ ഒന്നാമത്തെ സർഫസിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇങ്ങോട്ടേക്കാണ് പോവുക. ലേശം കട്ടി വരയ്ക്കാം. യെസ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി ഈ ഒരു സർഫസിൽ രണ്ടാമത്തെ സർഫസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്ക് തന്നെയാണ്. ഇനി മൂന്നാമത്തെ സർഫസിൽ നോക്കുകയാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എവേ ഫ്രം ചാർജ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഓരോ സർഫസിന്റെയും ഏരിയ വെക്ടർ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഏരിയ വെക്ടർ വരയ്ക്കുമ്പോൾ എങ്ങനെയാ വരാൻ നോക്കിക്കേ. ഈ ഒരു സർഫസിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് നോക്കുക? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ താഴേക്കാണ് വരാ അല്ലേ മക്കളെ? താഴേക്കായിരിക്കും വരാ. ഇതാണ് ഇവിടത്തെ സർഫസ് വെക്ടർ ds. ഇനി അതേപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സർഫസ് അല്ലെ, കർവ്ഡ് സർഫസ് ആണ്. അപ്പൊ കർവ്ഡ് സർഫസിന്റെ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ. അപ്പൊ ഈ സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് വരിക. ദാറ്റ് ഇസ് ds. സെറ്റാണോ മക്കളെ? ഇനി ഈ മുകൾ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് വരിക. സോ മുകളിലേക്കാണ് വരിക. ദാറ്റ് ഇസ് ds.
ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലേ മക്കളെ? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. റെഡി? അപ്പോൾ അതിൽ കൂടെയുള്ള ഫ്ലക്സ് എന്തായിരിക്കും? ഫ്ലക്സ് എന്ന് പറയുന്നത് 0 നമുക്കറിയാം. E.ds ആണ് അല്ലേ? അതായത് ES cos θ ആണ്. അപ്പോൾ cos θ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ്, അവിടെ ഫ്ലക്സ് ഇല്ല. ഇനി താഴെയും സെയിം തന്നെയാണ്, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ ഫ്ലക്സ് 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ ഫ്ലക്സ് ഉള്ളത് എവിടെയാണ്? ഈ ഒരു കേസിൽ അല്ലേ, നമ്മളുടെ ഒന്നാമത്തെ സർഫസ് നോക്കുകയാണെങ്കിൽ, അതായത് ആ കർവ്ഡ് സർഫസിലെ മക്കളെ, ആ കർവ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡും ds തമ്മിലുള്ള തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ E.ds എന്ന് പറയുന്നത് എന്താവും? E/ds ആയി മാറും അല്ലേ? E/ds ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds എന്ന് വെച്ചാൽ EDS cos θ ആണ് അല്ലേ? That is equal to Q by epsilon 0 ആണ്. ഇവിടെ 3 സർഫസിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഫ്ലക്സ് ഇല്ല, ഇവിടെയും ഫ്ലക്സ് ഇല്ല, ആകെ ഉള്ളത് ഒന്നാമത്തേൽ മാത്രമാണ് ഫ്ലക്സ് ഉള്ളത്. അപ്പോൾ നോക്കൂ, ഓൺ ദ സർഫസ് 2 and 3 ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. ഫ്ലക്സ് ഏതിലൂടെ മാത്രമേ ഉള്ളൂ? ഒന്നിലൂടെ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. സോ EDS cos θ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റഗ്രൽ EDS ഈസ് ഈക്വൽ ടു Q by epsilon 0 എന്ന് വന്നു. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ds is equal to Q by epsilon 0. ഇനി നിങ്ങൾക്കറിയാം ഈ ഒരു കർവ്ഡ് സർഫസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ? സിലിണ്ടറിന്റെ ഇവിടുത്തെ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് L ആയതുകൊണ്ട് തന്നെ നമുക്ക് 2πrl എന്നെടുക്കാം. എന്താണ് മക്കളെ? 2πrl. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ദാറ്റ് ഈസ് E into 2πrl is equal to Q by epsilon 0. ഈ 2πrl നമുക്ക് എന്താ വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഈ ചാർജ്ഡ് വയർ കാരണം r ഡിസ്റ്റൻസ് അപ്പുറത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഇവിടെ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാം. ദാറ്റ് ഈസ് Q by 2πrl epsilon 0 എന്ന് എഴുതാം. നമുക്ക് ഒന്നുകൂടെ അതിനെ എഴുതുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ വന്നത്? 2πrl epsilon 0. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കി അറിയാം എന്താണ് മക്കളെ Q by L? ചാർജ് ബൈ ലെങ്ത്. ചാർജ് പെർ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഡ അഥവാ ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് Q by L. അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ലാംഡ ഡിവൈഡഡ് ബൈ 2π epsilon 0 r എന്ന് വന്നു അല്ലേ? ഞാൻ epsilon 0 ആദ്യം എഴുതി. സോ ലാംഡ into 2π epsilon 0 r എന്ന് വന്നു. അഥവാ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് is proportional to എന്താണ്? 1/r ആണ്. അതായത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു വയറിൽ നിന്നും വളരെ ദൂരേക്ക് പോകുമ്പോൾ, അഥവാ ഈ r കൂടി വരുന്ന സമയത്ത് നമ്മുടെ ചാർജ്ഡ് വയർ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ നമുക്കൊരു ഗ്രാഫ് കൂടെ വരയ്ക്കാനുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ആറും തമ്മിൽ നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ 1/r ആണ് അല്ലേ? ഈ ഈസ് പ്രപ്പോർഷണൽ ടു 1/r ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, r കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന ഈ ഗ്രാഫ് കൂടെ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കണം. ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഫിസിക്സിന്റെ മാരത്തോൺ നമ്മളുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈവുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ കൃത്യസമയത്ത് എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക? ലൈവിലേക്ക് എത്താം മക്കളെ. അപ്പോൾ താഴെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈവിൻ്റെ ലിങ്ക് ഉണ്ടാവും. വേഗം തന്നെ ക്ലിക്ക് ചെയ്യുക. ലൈവ് ഒക്കെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്ത് വെക്കുക. ആൻഡ് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ആൻഡ് കൃത്യസമയത്ത് ലൈവിന് പങ്കെടുക്കാം. നമ്മൾ ഫിസിക്സിന് ഫുൾ മാർക്ക് നേടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മിസ് ഒരു ക്വസ്റ്റ്യൻ തരാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ് എന്നൊരു ചോദ്യം എൻ്റെ കുട്ടികൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്യുക എന്നുള്ളത് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ലൈവ്, നമ്മുടെ മാരത്തോൺ ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.